തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് പോർട്രോണിക്സ് എന്ന കമ്പനിയുടെ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ ബോക്സിലായിട്ട് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ആംഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പുറകുവശത്തായിട്ട് തന്നെ ഇതേ ഫീച്ചേഴ്സ് തന്നെ ഒന്ന് എലോബറേറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു വർഷത്തെ വാറണ്ടി എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ബോക്സിലുള്ളത് 1299 പക്ഷേ ആമസോണിൽ അത്ര ഇല്ല. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാൻഡിൽ പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഈ ഒരു ബേസ് റൊട്ടേറ്റബിളാണ്. നമ്മൾ ഇതിൽ ലാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാതെ തന്നെ. അതായത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ സ്റ്റാൻഡ് കാണാൻ പറ്റും. ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല ഉറപ്പുണ്ട്, നല്ല വെയിറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ലോക്ക്. ലാപ്ടോപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കാണ് ഇത്. അവിടെ സ്റ്റക്കായി കിടന്നോളും. പിന്നെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല ലെവലുകളായിട്ടാണ്. ഇപ്പോൾ ലാപ്ടോപ്പിനനുസരിച്ച് നമുക്കത് പല ലെവലിലാക്കി വെക്കാൻ പറ്റും. ഇതിലിങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് ഫസ്റ്റ് ഈ ഒരു ഇതാണ് നമ്മുടെ ലോ ആയിട്ടുള്ള ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്യുക, അതിന് മുകളിൽ നമ്മുടെ ലാപ്ടോപ്പ് എടുത്ത് വെക്കുക, കഴിഞ്ഞു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മോട്ടറിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. എക്സ്റ്റേണൽ മൗസും കീബോർഡും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PC-യിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഞാൻ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.